പ്രേക്ഷകർക്ക് നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഇറാൻ യുദ്ധം കടുത്തോണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ ഇനിയും മുന്നോട്ട് യുദ്ധം ഉണ്ടാവുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹോർമോസ് കടലിടുക്ക് കടന്നുകൊണ്ട് നമ്മുടെ ഗ്യാസ് കപ്പലുകൾ, നമ്മുടെ എണ്ണ കപ്പലുകളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇറാൻ എല്ലാ രീതിയിലും സഹകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല. നമുക്കറിയാം, കൊച്ചി തുറമുഖത്ത് ഇറാനിയൻ കപ്പല് നങ്കൂരമിട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ആ കപ്പലിൽ ഉണ്ടായിരുന്ന 100 നാവികരെ നമ്മൾ സേഫായിട്ട് വിമാനത്തിൽ കയറ്റി തിരിച്ചയച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യം ഈ പറയുന്ന ഇറാനിയൻ കപ്പലിന് നമ്മുടെ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിടാൻ അവസരം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇറാൻ കപ്പലിനെയൊക്കെ ഇസ്രായേൽ, അമേരിക്ക സംവിധാനങ്ങൾ അടിച്ചങ്ങ് തകർക്കുമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക്, നമ്മുടെ സമുദ്രാതിർത്തിയിലേക്ക് കടന്നതോടു കൂടിയിട്ടാണ് ആ കപ്പലൊക്കെ സേഫ് ആയിട്ട് നിന്നത് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ആ കപ്പലിലെ 100ഓളം നാവികരെ നമ്മുടെ രാജ്യത്ത് നിന്ന് തിരിച്ചയക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധം നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. നമ്മുടെ നയതന്ത്ര വിജയം തന്നെയാണ് നമ്മുടെ രാജ്യത്തൊരു പ്രതിസന്ധിയും ഇല്ലാതിരിക്കാൻ വലിയ രീതിയിൽ LPG അതേപോലെ തന്നെ ക്രൂഡ് ഓയിലൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ലോകം യുദ്ധഭീതിയിലാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ സമാധാനം എന്നുള്ളത് അവരുടെ അടുത്തേക്ക് പോലും യുദ്ധം തുടങ്ങിയത് മുതൽ ഇന്നേ വരെ എത്തിയിട്ടില്ല. ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ ജനത സമാധാനത്തിലാണ്. പക്ഷെ ഇവിടെ ഒരുപാട് ആളുകൾ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഈ രംഗത്തെത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിനുൾപ്പെടെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ലോകത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇത് രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഉണ്ടാക്കിയ ഒരു യുദ്ധമല്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. സ്വാഭാവികമായിട്ടും ലോകത്ത് നടക്കുന്ന യുദ്ധം ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തിനെ ബാധിക്കാതിരിക്കാൻ പ്രതിപക്ഷത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. അനാവശ്യമായിട്ട് ജനങ്ങളെ ഭയപ്പെടുത്തരുത്. ഇതൊന്നും ചെയ്യാതെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും ഗ്യാസ് അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് പറഞ്ഞു വലിയ രീതിയിൽ ആളുകളിൽ ഭയം പടർത്തി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് പല ആളുകളും അനാവശ്യമായിട്ട് പോലും ഗ്യാസ് ഒക്കെ വാങ്ങുന്നുണ്ട്. അതൊക്കെ നമ്മുടെ രാജ്യത്തോട് തന്നെ ചെയ്യുന്ന നെറികേടാണ്. നമ്മുടെ രാജ്യത്ത് ഒരു പ്രതിസന്ധിയും ഇല്ലാതെ മുന്നോട്ട് പോവേണ്ടത് ഓരോ പൗരന്മാരുടെയും അത്യാവശ്യം കൂടിയാണ്. ഈ സന്ദർഭത്തിൽ ഒരു ഭരണാധികാരി എന്തായിരിക്കണം എന്നുള്ളത് തിരുവനന്തപുരം മേയർ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നിങ്ങളത് കേട്ടു നോക്കൂ. പല സ്ഥലങ്ങളിൽ നിന്നും, തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ പഠിക്കാൻ വന്ന കുട്ടികളുടെ മാതാപിതാക്കൾ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ഹോസ്റ്റലുകളൊക്കെ തന്നെ അവധി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷാ ദിനങ്ങൾ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പരീക്ഷ ഉള്ളതുകൊണ്ട് ഒരാശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആശുപത്രികൾ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഭക്ഷണം കിട്ടുന്നതിൻ്റെ ഒരു ആശങ്ക ചിലർ പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഹോസ്റ്റലുകളും ഹോസ്പിറ്റലുകളും അത്തരത്തിൽ ഒരു ഘട്ടത്തിലേക്ക്, ഭക്ഷണം കിട്ടാത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നാളെ ഞായറാഴ്ചയാണ്, നാളെ സർവകക്ഷി യോഗം, കോർപ്പറേഷനിലെ വിവിധ കക്ഷി നേതാക്കളുടെ യോഗം വിളിക്കും. അതിനുശേഷം കൗൺസിലർമാരുടെ ഓൺലൈൻ യോഗം ചേരും. തിങ്കളാഴ്ച മുതൽ ആവശ്യമാണെങ്കിൽ ഹോസ്റ്റലുകൾ, ഹോസ്പിറ്റലുകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അവിടെ താമസിക്കുന്നവർക്ക് അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് സോണൽ തലത്തിൽ വേണമോ, 4-5 വാർഡുകൾ ചേർത്ത് കോവിഡ് സമയത്തൊക്കെ നമ്മൾ ചെയ്തതുപോലെ അങ്ങനെ വേണമോ, ഏതു തരത്തിലാണ് പ്രായോഗികമായി ചെയ്യേണ്ടതെന്നുള്ളത് സർവകക്ഷി യോഗവും തുടർന്ന് വരുന്ന കൗൺസിലർമാരുടെ ഓൺലൈൻ യോഗത്തിൽ തീരുമാനം. നിങ്ങൾ കേട്ടില്ലേ? എത്ര സുന്ദരമായ തീരുമാനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ മുന്നോട്ട് വെക്കുന്നത്. ഗ്യാസുമായിട്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ, നിലവിൽ പ്രതിസന്ധികളില്ല, പ്രതിസന്ധി വന്നാലും
പ്രത്യേകിച്ച് എക്സാം ഒക്കെയായി ബന്ധപ്പെട്ട് ഒരു ഹോസ്റ്റൽ പോലും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഹോസ്റ്റലുകളിലേക്ക് കോർപ്പറേഷൻ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. ഇതെത്ര സുന്ദരമാണ്. ഇതുപോലെ നമ്മുടെ കേരളത്തിലെ എല്ലാ കോർപ്പറേഷനും എല്ലാ പഞ്ചായത്തുകളും തീരുമാനിച്ചാൽ ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ എത്ര കാലം യുദ്ധം എങ്ങോട്ട് പോയാലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഓരോ തരത്തിലും ഓരോ രീതിയിലും ബാധിക്കൂല. ഇതത്ര സുന്ദരമായിട്ടുള്ളൊരു തീരുമാനമാണ് നമ്മുടെ മേയർ ഉയർത്തിപ്പിടിക്കുന്നത്. എന്തെങ്കിലും കാരണത്താൽ ഭക്ഷണം ഉണ്ടാക്കാനാവാത്ത ഒരു വിഷയം വരരുത്. ആ കാരണം കൊണ്ട് നിങ്ങൾ അടച്ചിടരുത്. ഞങ്ങൾ ഉണ്ടാക്കി അവിടേക്ക് എത്തിക്കും. കോർപ്പറേഷൻ അത് ഉണ്ടാക്കിയിട്ട് ഹോസ്റ്റലുകളിലേക്ക് നിലവിൽ ഇത്തരം ആവശ്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇനി അത് നമുക്കറിയാം, ലോകത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുക. ആ സമയത്തും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സകല ഭാരതീയരും സമാധാനത്തിലാണ് ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന ഒരു ഗ്യാസിന്റെ പ്രശ്നം വരുമ്പോഴേക്കോ ഇവിടെ വലിയ രീതിയിൽ തെരുവിലേക്ക് ഇറങ്ങിയാണ് വരേണ്ടത്. നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ പോലും നമ്മുടെ ഭരണാധികാരികൾ അതും തരണം ചെയ്യാൻ തയ്യാറാ. ഇത്ര സുന്ദരമായിട്ടാണ് കോർപ്പറേഷൻ മേയർ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഹോസ്റ്റലുകളിലേക്ക് ആവശ്യമെങ്കിൽ ഞങ്ങൾ എത്തിച്ചുകൊള്ളും. ഒന്നുപോലും പൂട്ടേണ്ട ആവശ്യമില്ല. മറ്റൊരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നമ്മുടെ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഹോർമൂസ് കടലിടുക്ക് കടന്ന് നമ്മുടെ ഗ്യാസ് കപ്പലുകളും എണ്ണ കപ്പലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാ. വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്ത. അത് നരേന്ദ്രമോദിയുടെ മികവാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതായത് ഇറാഖ് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ച സമയത്ത് ഇവിടെ കോൺഗ്രസ്സുകാരാണല്ലോ ഇവിടെ കലാപം ഉണ്ടാക്കാനും കുട്ടിച്ചോറാക്കാനും ഒക്കെ ചാടി വീണ് നടക്കുന്നത്. ഈ കോൺഗ്രസ് ഒക്കെ ഭരിച്ച കാലത്ത് ഇറാഖ് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ച സമയത്ത് എണ്ണ വാങ്ങാൻ നമ്മുടെ അന്നത്തെ ഇന്ത്യ സ്വർണമെടുത്ത് പണയം വെക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്തെ എണ്ണയ്ക്ക് യാതൊരു പ്രതിസന്ധിയില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. 5 വർഷത്തേക്ക് എണ്ണ വാങ്ങാനുള്ള പണവും നമ്മുടെ കയ്യിലുണ്ട്. ഒരു സാധനവും എവിടെ പോയിട്ട് പണയം പോലും വെക്കണ്ട. അപ്പൊ യുദ്ധമൊക്കെ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്നു. ആ കാലത്തൊക്കെ കോൺഗ്രസ് അട്ടർവൈസ്, കോൺഗ്രസ് രാജ്യം ഭരിച്ച കാലത്തെ ജനം പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് നമ്മളൊന്നും ഒരു പ്രതിസന്ധിയിലല്ല, സമാധാനത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. ലോകത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുക. ഈ സമയത്ത് നമ്മൾ നമ്മുടെ രാജ്യത്തോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണം. ഇവിടെ ഒരു പ്രതിസന്ധിയും നിലവിലുള്ള കോൺഗ്രസും കമ്മികളും ആവും പോലെ ജിഹാദികളും ആവും പോലെ കുട്ടിച്ചോറാക്കാൻ രംഗത്തെത്തുന്നുണ്ട്. ഓരോ സാധാരണക്കാരനും പറയണം, ഇത് നമ്മുടെ രാജ്യമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു യുദ്ധ. അപ്പൊ ലോകത്തൊരു യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ പരമാവധി നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഐക്യത്തോടുകൂടി ഗ്യാസ് പരിമിതി വരുത്താതെ അനാവശ്യമായിട്ട് ആരും വാങ്ങാതെ ഇതൊക്കെ രാജ്യത്തോടുള്ള ഒരു ഉത്തരവാദിത്ത. ഇതൊക്കെ തന്നെ സകല ആളുകളും ഉയർത്തിപ്പിടിക്കണം. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറൊക്കെ ഒരു മാതൃകയാണ് കേരളത്തിന്. ഇത്ര സുന്ദരമായിട്ടാ ഒരു പ്രതിസന്ധിയിലേക്കും എത്തില്ല. എത്തിയാൽ അത് മറികടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മേയറൊക്കെ നമ്മുടെ കേരളത്തിലെ ബാക്കി വരുന്ന സകല മേയർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ കണ്ട് പഠിക്കണം.